ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ദിവസത്തെ ഉച്ചക്കത്തുള്ള റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചോറ് എപ്പോഴും അടുപ്പത്താണ് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് വന്നിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അയില മീൻ കിട്ടിയിട്ടുണ്ട്. അയില മീൻ വറുത്തതും അയില മീൻ മൊളേഷ്യനും പിന്നെ വറവുണ്ടാക്കുന്നുണ്ട്. ഒരു പച്ചടി, മാങ്ങാ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വറവിന് മുറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബീൻസാണ് കിട്ടിയത്, ബീൻസ് മുറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അയില വന്നിട്ട് ചട്ടിയിലിട്ടിട്ട് നമുക്ക് മുറിക്കേണ്ട പരിപാടി നോക്കാം. അയില നല്ലോണം മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. കറിക്കുള്ളത് തനിയെ എടുത്ത് വെച്ച്, വറക്കാനുള്ളത് അത് പൊരിക്കാനുള്ളത് തനിയെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ട് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം പെരക്കി വെക്കണം. അപ്പോഴേക്കും ഒരു ചട്ടിയിൽ കഷ്ണമാക്കാത്തത് വെച്ചിട്ടുണ്ട്. വേറൊരു ചട്ടിയിൽ 2 കഷ്ണമാക്കിയിട്ട് അത് കറി വെക്കാം. മുളകിട്ടത് വെക്കേണ്ടിയിട്ട് ആക്കിയതാണ്. അപ്പോൾ അത് തനിയാടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് വറവിന് ബീൻസ്, തേങ്ങയും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നമുക്കിനി വറവുണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുമ്പോഴേക്കും നമുക്കിതെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. മുറിച്ചിട്ട് വെച്ച ബീൻസ് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി വിട്ടിട്ട് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് വേകാൻ വിടാം. കുറച്ച് സമയം അത് വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം. ബീൻസ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാകും. ബീൻസ് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ബീൻസ് എപ്പോഴും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വറവ് ഞാൻ ബീൻസാണ്. ബീൻസ് വറവുണ്ടെങ്കിൽ എത്ര വേണ്ടിക്കും ചോറ് കഴിക്കാം. ഒന്നും വേണ്ട, ബീൻസ് വറവ് മാത്രം കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടുന്ന് വേകട്ടെ. അടുത്ത പണി നമുക്ക് മൊളേഷ്യൻ ഉണ്ടാക്കണം, പിന്നെ മാങ്ങാക്കറി ഉണ്ടാക്കണം, മാങ്ങാ പച്ചടി ഉണ്ടാക്കണം. അതിനുവേണ്ടി തേങ്ങ ചിരവി പിന്നെ മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക്, എരിവിന് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കലക്കിയിട്ട് നമുക്ക് താളിക്കണം. അപ്പോഴേക്കും നമുക്ക് മീൻ മുളകിട്ടത് വെക്കേണ്ടത് റെഡിയാക്കാം. ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് ഉലുവ നല്ലോണം കുറച്ച് ബ്രൗൺ ആകുന്നത് വരെക്കും നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും നമ്മൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഉള്ളി ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് കുറച്ച് നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നാട്ടിലെ ഭക്ഷണം എപ്പോഴും പ്രത്യേക ടേസ്റ്റായിരിക്കും.
അപ്പോൾ അതവിടെ നിന്നാകട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്തിടണം. പിന്നെ മീൻ പൊരിക്കാൻ വെക്കണം. അപ്പോൾ മീൻ കല്ലുമേൽ വാഴയില വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് മീൻ ഓരോന്നോരോന്നായിട്ട് അങ്ങ് നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്നാകട്ടെ. നമ്മൾ അവിടുന്ന് എപ്പോഴെങ്കിലും ഒരു ദിവസം, അതായത് ഞായറാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ മീനെല്ലാം വാങ്ങും. നമുക്കിത് നാട്ടിലെത്തിക്കുന്ന എപ്പോഴും മീനല്ലേ. നാട്ടിലെ ആൾക്കാർ എപ്പോഴും മീൻ കൂട്ടിയിരിക്കും. നമ്മളാടുന്ന് എപ്പോഴും പച്ചക്കറിയാണ് കൂട്ടുന്നത്. അപ്പോൾ ഈ മുളക് ഇട്ടതിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിന് നല്ലോണം ഇളക്കിയതിന് ശേഷം അതിനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കൊരു തിളത്ത് വരുമ്പോൾ നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് പച്ചടിയിലോട്ട് വറവിനിടണം. അപ്പോൾ പച്ചടിയിലോട്ട് വറവിനിടാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചിട്ട് അതിൽ വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളിലോട്ട് നമുക്ക് വറുത്തിടാം. അപ്പോഴേക്കും ഈ മീൻ കറി ഇവിടുന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടേനെ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് ചെറുങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അയിലക്കറി എപ്പോഴും സൂപ്പറായിട്ടുണ്ടാവില്ലേ. തേങ്ങ അരച്ച കറി ആയാലും മൊളേഷ്യൻ ആയിക്കഴിഞ്ഞാലും എന്തെന്നായിക്കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ്. അയില വറുത്തതായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അയില ചട്ടിയിലോട്ടിട്ട് നല്ലോണം തിളക്കട്ടെ. ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. പച്ചടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക മീനിൻ്റെ കൂടെ. കറിവേപ്പില നമ്മുടെ നാട്ടിലത്തെ കറിവേപ്പിലിൻ്റെ ആ ഒരു ഫ്ലേവർ അടിപൊളിയായിട്ടോ. നമുക്ക് അവിടെ വന്നിട്ട് ഇങ്ങനെ നല്ല സ്മെല്ലായിട്ടുള്ള കറിവേപ്പിലൊന്നും കിട്ടില്ല. എല്ലാം വന്നിട്ട് ഒരു എന്നാ പറയേണ്ടത്, അങ്ങനെ ഒരു എന്തായാലും ഞാൻ നാട്ടിലത്തെ ലൈഫ് തന്നെ നല്ലത്. ഓക്കെ, അപ്പോൾ അതിൽ പച്ചടിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് അതിൽ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിരകി വെച്ച് തേങ്ങ കുറച്ച് അതിലിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. വറമുളക്. അപ്പോൾ മീൻ കറി അടിപൊളിയായി തിളച്ചിട്ട് മീൻ നല്ലോണം വെന്തിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പച്ചടിയിൽ വറവിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് മാങ്ങാപ്പച്ചടി. മാങ്ങാപ്പച്ചടി ചെയ്യാത്ത ആൾ ഒന്ന് ചെയ്ത് നോക്കണേ. സൂപ്പറായിട്ട് സിമ്പിളാണ്. തേങ്ങ എടുക്കുക, മാങ്ങ എടുക്കുക, അതിലോട്ട് പച്ചമുളക് ഇടുക, അരക്കുക, ഇങ്ങനെ താളിച്ച് വെക്കുക. അപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറും കറിയും പച്ചടിയും മീൻകറിയും വറവും പൊരിച്ചതും എല്ലാം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊരിച്ചത് തിരിച്ചിടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് നമുക്കിതാണ്. സൂപ്പറായിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം. ഒരു റിക്വസ്റ്റാണ്. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറും മീൻ പൊരിച്ചതും ബീൻസ് വറവ്, പച്ചടി, മാങ്ങാ പച്ചടി, മീൻ മുളകിട്ടത്, അയില മുളകിട്ടത്.